ഹായ് ഗൈസ്, ഇന്ന് ഡേ 2 ഓഫ് മൈ വ്ളോഗിങ് ആണ്. അപ്പം ഇന്നും രാവിലെ തന്നെ അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ട്. നമ്മളിന്ന് അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇന്നും അമ്പലത്തിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ഇങ്ങനെ പോലെ വെച്ചിട്ടാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എയർപോർട്ടിലുള്ളൊരു പണി ഉണ്ടായിരുന്നു, അത് റിസൈൻ ചെയ്തു. ഇപ്പോൾ ഫ്രീ ആണ്. ഇപ്പം കുറച്ച് പണികൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല, റെഡി ആയിട്ടില്ല. അപ്പോൾ റെഡി ആവണമെന്ന് നോക്കി നിൽക്കുകയാണ്. നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും നല്ല റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനങ്ങ് പോകും. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് വൈകാതെ കണ്ട് നോക്കാം. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ മാതിരി എനിക്ക് ഇത് ചെയ്ത ശീലമില്ല. അപ്പം വ്ളോഗിങ് എടുത്ത ശീലമില്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പം എല്ലാവരോടും ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെ ചേഞ്ച് വരുത്തുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് കഴിയണ മാതിരിയൊക്കെ ഒന്ന് സഹായിച്ചു നിൽക്കുകയാണെങ്കിൽ നന്നാവും. അപ്പം ഇന്നും അമ്പലത്തിലൊക്കെ എത്തി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറി മേടിച്ചിട്ടില്ല, കുറി മേടിക്കണം. കുറി മേടിച്ചിട്ട് വേണം. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ഇന്ന് ഫുഡിന് പുട്ടും ചെറുപയറും കാണിച്ചു തരാം. പുട്ടും ചെറുപയറും പിന്നെ നല്ലൊരു ഗ്ലാസ് ചായയും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു കുന്നിൽ കയറാൻ വിചാരിച്ച്. അവിടെ നല്ല വ്യൂ ആണെന്നൊക്കെ പറഞ്ഞ് നട്ടുച്ചയാണെന്നുണ്ടെങ്കിലും വേണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുക. ഏതോ കുറ്റിക്കാട്ടിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ചങ്ങായിമാര്. ഓൻ പിള്ളേൻ്റെ ആളാന്നാ പറഞ്ഞത്. പുള്ള ആക്കോ ചിക്കനും പൊറാട്ടയും മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. പോയി ഒക്കെ എന്താ നടക്കുന്നത്. ഇവിടെ മോർണിംഗ് വരണമായിരുന്നു, കുഴപ്പമില്ല. എന്നാലും ആ എന്താ പറയുക, ഗോൾഡൻ സണ്ണിൻ്റെ ആ ഒരു ടൈമിൽ വന്നിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. എന്തായാലും പോവാം, തിരിച്ചു പോവാൻ വിളി വന്നിട്ടുണ്ട്. അമ്മേനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി കൊടുക്കണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ടൈമായി. എവിടെയാ പാട്ട് കേൾക്കണേ? അപ്പം അമ്പലത്തിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച്, ഉച്ചക്കത്തെ ഫുഡ് അവിടെ തന്നെയാണ് കഴിച്ചിപ്പോൾ തിരിച്ച് വന്നിട്ടേ ഉള്ളൂ. അമ്മ കൽപ്പിലാണ്. അമ്മ വരാൻ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരത്തെ കുന്നിൻ്റെ മുകളിൽ പോയിട്ടോ. അപ്പം പോയി തിരിച്ച് വരുമ്പോഴേക്കാണ് അമ്മ അങ്ങ് പോകുന്നത്. എന്നെ കാത്തു നിന്നിട്ട് ഇവിടെ ചെറിയൊരു പച്ചമുളകിൻ്റെ തൈയുണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് 2 പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. ഇനി പച്ചമുളക് കാണുന്നുണ്ടോ ഗൈസ്? ഞാൻ കാണുന്നില്ല. അവിടെ ഉണ്ട്, ഉള്ള ഒന്ന് കാണുന്നുണ്ട്, പക്ഷേ പറിക്കാനായിട്ടില്ല. കുറച്ചും കൂടി വലുതായിക്കോട്ടെ. ഇവിടെ മുളയിലേ നുള്ളണ്ട. കുഞ്ഞ് തക്കാളി തക്കാളിൻ്റെ ചെടിയുണ്ട്. വഴുതന, കുഞ്ഞു വഴുതന അവിടെയുണ്ട്. കുറെ കുഞ്ഞു വഴുതന. ഇതൊക്കെ വലുതായിക്കോട്ടെ. ഇത് കണ്ട ഗൈസ്, എന്ത് കണ്ട ഗൈസ്, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അടിപൊളിയല്ലേ? അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ കൂട്ടാൻ പോകണം. അപ്പം എവിടേക്കാണ്? റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടുന്ന് പിന്നെ നമ്മൾ പെട്ടെന്ന് പോകുന്നതുകൊണ്ടാണ് അവിടുന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി റൗണ്ട് അടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഇതിൻ്റെ മുതലാളി ഇപ്പം കുറച്ചായിട്ട് ഇവിടെ ഇല്ല, നാട്ടിലില്ല. ആള് ബാംഗ്ലൂർ എന്തോ ട്രെയിനിങ്ങിന് വേണ്ടി പോയതാണ്. നമുക്ക് 2 റൗണ്ട് അടിച്ച് നോക്കാം. ആ വണ്ടി തിരിച്ചു കൊടുത്തു പോന്നു. അപ്പോൾ നമ്മളെ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് തന്നെ പോന്നു. അപ്പം ഇവിടെ ആരുമില്ല. അമ്മ എങ്ങോട്ടോ പോയതാന്ന് പറഞ്ഞു. ആരോ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞിട്ട്
അപ്പം ഇനി നമ്മുടെ വീട്ടിൽ ഒരു വണ്ടിയുണ്ട് ഇതേമാതിരി തന്നെ, വല്ലാണ്ട് ഓടാൻ ഞാൻ പറഞ്ഞില്ല, നമ്മളവിടെ കിളകിരിയിട്ടാണ് എന്നുള്ളതുകൊണ്ട് പുതിയ റോഡിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് വണ്ടി ഇവിടെ ഉള്ളിലാണ്. ഇത് ബൈക്കല്ല, കാറ്. അപ്പം അവിടെ നിന്ന് റെഡി ആകണ വരെ നമ്മളെന്ത് ചെയ്യും, ഈ കാറ് ജസ്റ്റ് ഇവിടുന്ന് മാത്രം ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് നടക്കുന്നുള്ളൂ. അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മ ഇവിടെ വൈമിൽ എത്തിയിട്ടുണ്ട്. നമ്മളോട് വണ്ടി എടുത്തൊന്ന് പോയി കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം, കൂട്ടിക്കൊണ്ടുവരാം. 7:30 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമയാണിത്. അപ്പം ഇത് കാണാതെ വിചാരിച്ചത് കുറേ വിചാരിക്കുന്നു കാണാൻ. കുറച്ച് കണ്ടതിന് ശേഷം ഞാനിപ്പം ബാക്കി കാണുക. അമ്മ വരുന്ന വഴിക്ക് അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പിന്നെയും അമ്പലത്തിൽ പോയി. ഇനിയിപ്പം അമ്പലത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരണം. ഇന്ന് നമ്മളൊരു പരിപാടിയുണ്ട്. അതായത് നമ്മളെ മഴവിൽ മനോരമയിൽ ഇരിച്ചിരി ഒരു ചിരി ബമ്പർച്ചിരി എന്നുള്ള ഷോയിൽ നമ്മൾ ഓഡിയൻസായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പേ. അത് ഇന്നാണ് സംരക്ഷണം ചെയ്യുന്നത്. അപ്പം അമ്മ പറഞ്ഞു അതിൻ്റെ മുമ്പ് വന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് പോയി അമ്മേനെ കൂട്ടിയിട്ട് പിന്നെയും വരാം. ഇവിടെ ജംഗ്ഷനിലെത്തിയപ്പോൾ അമ്മ ഇവിടെ ബസ് സ്റ്റോപ്പിൽ വെച്ച് വിളിക്കുന്നത്. ഇവിടെ എത്തിയിട്ട് മാമനുണ്ടും പോലെ, മാമനിവിടെ ആരോടത്തൊന്ന് പോയതാണ്, ഇപ്പോൾ വരാറിന് പോയതാണ് പോലെ. അപ്പം മാമ ഇപ്പോൾ വരും. ഞാനെന്തായാലും ഇനിയിപ്പം മാമ വന്നിട്ട് അമ്മേനെ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. മാമനെ കണ്ട സ്ഥിതിക്ക് പിന്നെ മാമൻ കൊണ്ടുപോയി അമ്മേനെ. ഞാൻ പിന്നെ യൂട്യൂബിൽ കണ്ടോളാറുണ്ട് വീഡിയോ ഒക്കെ. ഞാനിപ്പോൾ അമ്പലത്തിലേക്ക് വന്നതാണ്, അമ്പലത്തിൻ്റെ അടുത്ത് എത്തി. മുമ്പിൽ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, പരിപാടിയൊക്കെ ഒന്ന് പോയി വെക്കാതെ വെച്ചിട്ട്. ആ കാണുന്ന വെള്ള ഡോട്ട്സ് ഉണ്ടല്ലോ, അത് മൊത്തം കൊക്കാ. ഇവിടെ വണ്ടി നിർത്തുന്നവരെ മൊത്തം വണ്ടീന്റെ മുകളില് കൊക്കിന്റെ കഷ്ട. അവിടെ കൊക്കിനെ കണ്ടിട്ട് കാക്കന്ന് പറഞ്ഞ വ്യക്തിയാണ് കേട്ടോ ഈ നിക്കണേ. ഓ എന്നാ പ്രാവെങ്കിൽ പ്രാവ്. കാക്കാന്നും പറഞ്ഞിട്ടുണ്ടോ? ഓ ഓ ഓ ഓ ഓ ഗൈസ്, ആന പോകുന്നതാ. നമ്മളിപ്പോ ഇങ്ങോട്ട് കേറി വരുമ്പോഴാണ് ആന ആട് കയറി പോകുന്നത്. ഇവിടെ നമുക്ക് പ്രസാദം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മേടിക്കാൻ വന്നതാണ്. ആ വീഡിയോ അല്ലല്ല യൂട്യൂബിലിടേ ഉള്ളൂ. വൈറലാക്കി തരാം. എടുക്കുന്നുണ്ട്. എന്നാ പോട്ട് ദേവലോകത്തേക്ക് പോയി. പണ്ടൊക്കെ അതേമാതിരി ഷോപ്പുകൾ കുറേ എണ്ണം ഉണ്ടാവുകയും ഇവിടെ ഇപ്പൊ ആകെ 2 മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മളെന്തായാലും ഇവിടെ വന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് എല്ലാത്തൊന്ന് നോക്കി. ഇവിടെ നരൂട്ടോന്റെ കുറച്ച് കാർഡ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇതിലൊരു കാർഡ്സ് എടുത്താലോ എന്ന് ആലോചിക്കുക. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നരൂട്ടോന്റെ ഒരു കാർഡ്സിന്റെ കവർ മേടിച്ചിട്ടുണ്ട്. ജിറായ സെൻസായി ആണ് ഇതിന്റെ മുമ്പിലുള്ളത്. അപ്പോൾ അത് പൊളിച്ച് നോക്കാം. ഇങ്ങനത്തെ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒന്ന് പൊളിച്ച് നോക്കട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. ഇതിൽ 1, 2, 3, 4, 5, 6, 7, 8 കാർഡ്സ് ആണുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇതൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് വരുന്നത് കഗുയോ കിമിമിമാരോ ആണ്. സെക്കൻഡ് കാർഡ് നമുക്ക് കിട്ടിയത് സുനാഡെ ആണ്. സുനാഡെ എന്ന പേര്. ഓക്കെ. തേർഡ് നമ്മുടെ മിനാറ്റോ ആണ്. നമികാസെ മിനാറ്റോ അങ്ങനെയാണ് ഫുൾ ടൈം വരിക. ഇത് കില്ലബി ആണ്. പിന്നെ വന്നത് സക്കുര. സുനാഡ വിന്നിങ് കിട്ടിയിട്ടുണ്ട്. റോക്ലി വന്ന്
ഡോങ്കി റഫ്ലി, ഡോങ്കി കക്കാശി ഹത്തക്കെ, ഇത്രയും പേരെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയാ, കാണുന്നുണ്ട് ഇതിൽ കാണുന്നില്ല, ഒരു ഗ്ലേസിങ് ഇമേജസ് ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് സാധനം, എന്തായാലും നല്ല രസമുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാൻ തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളതാ സ്റ്റോണ് പേപ്പർ സിസറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഇപ്പം നമ്മളതിലാകെ ഇത്ര എണ്ണ ഉള്ളൂ. എൻ്റെ അടുത്ത് വലിയൊരു കളക്ഷൻ ഉണ്ട്. ഇതിൻ്റെ അല്ല, പണ്ടത്തെ നമ്മളെ കാർഡ്സിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ ഇത് കൊണ്ടുപോകാം. അപ്പോൾ ഒന്നും കൂടി മേടിച്ചിട്ടുണ്ട് നമ്മൾ നരൂട്ടോൻ്റെ പിക്ചറുള്ള. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഇതേമാതിരി തന്നെ ഉണ്ടാവും. നമുക്ക് തുറന്നു നോക്കാം. ഭയങ്കര സൗണ്ടാണ്. ഇത് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. നമ്മുടെ അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ ഇന്നലത്തെ മാതിരി തന്നെ ഇതാണ്, ഉള്ള ആൾക്കാരും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ശീവേലി വരുന്നുണ്ട്. ആനത നടന്ന് മുമ്പോട്ട് വരുന്നുണ്ട്. നമ്മളെന്തായാലും സൈഡിൽ നോക്കാം. അപ്പം ചോറ് കഴിക്കുന്നില്ലായിരിക്കും. ഇനിയിപ്പോൾ രാത്രി എന്തെങ്കിലും ചോറ് കഴിച്ചു. ഇപ്പം സൗണ്ട് ഇവിടെ കുറച്ച് കുറവുണ്ട്. നമുക്ക് നമ്മളെ കാർഡ്സിൻ്റെ ഇത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ടേബിൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇതിനിപ്പം അടുത്ത കാർഡ് പൊളിച്ച് കാണിച്ചു തരാം. ഇതിലിപ്പം നമ്മളെ കക്കാശി ഹാത്തൊക്കെയാണുള്ളത്. അപ്പം ഇത് തുറന്ന് നോക്കാം. എന്നാൽ പൊളിച്ച് നോക്കട്ടെ. ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പോക്കറ്റിലിട്ട് പോകുമ്പോൾ പോണ്ട വിചാരിച്ചിട്ടാണ് അത് തുറന്ന് കാണിച്ചതാണ് നമ്മൾ. ഇതിനിപ്പോൾ ആരൊക്കെയാണുള്ളതെന്നുള്ളത് നോക്കാം. ഇതിനും ബാക്കിൽ നരൂട്ടോൻ്റെ പിക്ചേഴ്സാണ്. ഇതിലാദ്യം വരുന്നത് ഒബിറ്റോ ഉച്ചിഹ, അടുത്തത് ഒനോക്കി, നമ്മളെ എന്താണ് താരേനി. ഞാൻ മായക്കണ്ണ ഫാനാ. ഓ, ആ മായക്കണ്ണ ഫാനാണെന്ന് പറഞ്ഞത്. ഇത് കാസുകാഗയാണ്. ഹീനോ ആ ഗ്ലേസിങ് കറക്റ്റിട്ടുണ്ട്. കിട്ടുന്നുണ്ടാ? ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാ. സസൂക്കി ഇൻഡോറോ ഉസുമാക്കി നരുട്ടോ കിട്ടിയടാ, കിട്ടി. നോക്കി ഒന്നും കൂടി വന്നിട്ടുണ്ട്. കാഗുയ ഫാൻസ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത്ര പേരാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നല്ല ആ ഡിസൈൻ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ? നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് എന്തായാലും എല്ലാ സംഭവങ്ങളും. എൻ്റെ കാർഡ്സ് കളക്ഷൻ ഞാൻ കളിച്ചു തരുന്നുണ്ട്. നാളെ കാണിച്ചു തരാം. ഇതിപ്പം കാർഡ്സ് കളക്ഷനിലേക്ക് 2 കൂടിയായി, 2 പാക്കറ്റും കൂടിയായി. അപ്പം നാളെ ഓരോ കാർഡ്സിൻ്റെയും, ഇതിൻ്റെ അടുത്തുള്ള എല്ലാ കാർഡ്സിൻ്റെയും ഒരു പൗച്ചുണ്ട്. ആ പൗച്ചൊക്കെ തന്നെ ഫുള്ളായിട്ട് ഇത് കാണിച്ചു തരുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന സാധനങ്ങളാണ്. നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയില്ല, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായത്. അതായത് നാളെ കാണിച്ചു തരുന്നത്. നമ്മൾ ഊനോ കാർഡ്സ് ഇല്ലായിരുന്നു നമ്മുടെ അടുത്ത്. അപ്പം ഊനോ കാർഡ്സും മേടിച്ചിട്ടുണ്ട്. ഒക്കെ നമ്മുടെ കണക്ഷനിലേക്കുള്ളതാണ്. എങ്ങനെയൊക്കെയോ ആണ് പോണത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതാ. അതാ പോണേ 2 ആൾക്കാർ. ഞാൻ വിചാരിച്ച് വീണ്. ഇങ്ങനത്തെ കുറേ ടീംസിനെ കാണാം ഇവിടെ നയിക്കാൻ. പിള്ളേര് ചുമ്മാ ഇറങ്ങി. അത് ബാക്കിൽ കണ്ടില്ലേ, സീറ്റ് ഇല്ലാത്ത ടൈപ്പാണ്. എന്നിട്ട് അതിൻ്റെ 2 സൈഡിൽ സൈക്കിൾ ഉള്ളവർക്ക് അറിയാം, ഒരു സ്റ്റാൻഡ് വരുന്ന സാധനമുണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഓടിക്കുന്നത്. മുമ്പുള്ള ചെറിയ പയ്യനാണ്, അവന് ഓടിക്കാൻ കഴിയുന്നില്ല. പോരുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ജംഗ്ഷൻ്റെ അവിടെ ചെറിയൊരു കുറച്ച് പീടിയുണ്ട്. അപ്പം ഇങ്ങനത്തായാലും ഈ വഴിക്ക് വേറെ ഷോപ്പുകളൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ 2 സമോസയും ഒരു ജീരകസോടൊക്കെ അടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഇവിടെ സമോസ ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, എലാഞ്ചി ഉണ്ട്, അങ്ങനെ കുറച്ച് കടികളും സാധനങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് 2 സമോസയും ഇവിടെ എരിവുള്ള ഇവിടെ ഇതുണ്ടായിരുന്നു, ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു, 2 ബ്രെഡ് പോക്കറ്റ് ഉണ്ട്. ബ്രെഡ് പോക്കറ്റൊക്കെ 10 രൂപയുള്ളൂ. ചെറുതാണ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ പേര്
ഷക്കീർ ഖാന്റെ ചായക്കട എന്നാണ്. നമ്മളെ ഫറൂഖ് കോളേജ് റോട്ടിലേക്ക് തിരിയണ ഭാഗത്താണ്. ഈ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത്. അത് കാണിച്ചു കൊടുത്താ ടേസ്റ്റ് ഇല്ല. ചെറിയൊരു ഷോപ്പാണ്, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് എത്ര മണി ഉണ്ടാവും? എത്ര മണി വരെ ഉണ്ടാവും? 1 മണി വരെ ഉണ്ടാവും. രാത്രി 1 മണി വരെ ഉണ്ടാവും. അപ്പൊ രാത്രി 1 മണി വരെ ഉണ്ടാവും എന്നാണ് ആള് പറയുന്നത്. നിങ്ങളെ പേരാക്കിയില്ല ഷക്കീർ? അപ്പൊ ഇതാണ് ഷക്കീർക്ക, മുപ്പതാണ് ഈ ഷോപ്പ്. എങ്ങനെ ആളുണ്ടാവലുണ്ടോ? ഉണ്ടാവില്ലല്ലേ? ശരി, നമ്മളിവിടെ അടുത്ത് തന്നെയാണ്. നോക്കാം, നല്ല അടിപൊളി. താങ്ക് യു. സംഭവം എന്തായാലും ഞാൻ പറഞ്ഞേ, ഇവിടെ ഇവിടെ ഓവർബ്രിഡ്ജാണ്, പാലാണ്. പാലത്തിന്റെ നേരെ സൈഡിൽ തന്നെ ഈ ജംഗ്ഷന്റെ താഴത്താണ് ഇത് വരുന്നത്. അപ്പം നല്ല അടിപൊളി ഫുഡൊക്കെയാണ്. ഫുഡ് ചെറുകടികൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഗ്രീൻ പീസും മക്രോണിയും കിട്ടുന്നുണ്ട്. അത് കുറച്ചും കൂടി ഇതിൽ കഴിക്കാൻ പറ്റിയ സാധനം എന്നുള്ളത്. ബാക്കിയൊക്കെ ചെറുകടികളാണ്. ഇപ്പോൾ തൽക്കാലം ഒന്ന് കഷ്പ് ഇതാക്കാൻ വേണ്ടിയിട്ട് പോവാ. എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ഇവിടെ സാഹചര്യമാണ്. ഇവിടെ അമ്മേനത് ആദ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മഴവില് നമ്മളെ പരിപാടി നടക്കും. അതിലെന്തായാലും ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണിക്കുന്നുണ്ട്. അതവിടെ കേട്ടെ. ഞാനെന്തായാലും ഇപ്പം ബേർഡ്സ് ഉണ്ടോന്നോ, ഊനോക്കാടുണ്ട്, ഊനോക്കാടും ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് വേണം നമുക്കിൻ്റെ കളക്ഷനിലെ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം അവിടെയും വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ്, ബാഗിലാണ്. അപ്പോൾ നമ്മളെല്ലാ കാർഡ്സും സംഭവങ്ങളൊക്കെ ഉള്ളത്. നീ തന്നെ അൺബോക്സ് ചെയ്യും. പക്ഷെ ഇതിന്റെ വീഡിയോസൊക്കെ നമ്മൾ അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മൾ തൽക്കാലം കുറച്ച് നേരം ഊനോ കളിക്കട്ടെ. അതേമാതിരി ഇവിടെ കാണുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നാളത്തെ എപ്പിസോഡിൽ, നാളത്തെ ഇതിൽ കാണിച്ചു തരാം ഇതിൽ ഏതൊക്കെ കാർഡ്സ് ഉണ്ട് എന്നുള്ളത്. കണ്ടത് ഫുള്ള് കാർഡ്സാണ്. നമ്മൾ ഓർഗനൈസ് ആയിട്ടില്ല, നാളെ ഓർഗനൈസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി കിടക്കാൻ പോവുകയാണ്. അപ്പം ബാക്കി നാളെ.